ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പവർ സ്റ്റേഷനാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾക്ക് ഉദാഹരണമാണ് താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം. അപ്പോൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾക്ക് ഉദാഹരണം താരാപൂർ, കൽപ്പാക്കം, കൂടംകുളം ഇവയൊക്കെയാണ്. താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം. ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ന്യൂക്ലിയർ ഊർജ്ജം, താപോർജ്ജം, യാന്ത്രികോർജ്ജം, വൈദ്യോർജ്ജം. ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ന്യൂക്ലിയർ ഊർജ്ജം എന്താക്കുന്നു? താപോർജ്ജമാക്കുന്നു, പിന്നെ അത് യാന്ത്രികോർജ്ജമാക്കുന്നു, വൈദ്യോർജ്ജം. നേരത്തെ പവർ സ്റ്റേഷനിൽ പറഞ്ഞതും ഇത് തന്നെയല്ലായിരുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എങ്ങനെയാണ്? സ്ഥിതികോർജ്ജം ഗതികോർജ്ജമാണ്. സ്ഥിതികോർജ്ജം ഗതികോർജ്ജമാകുന്നു, അത് യാന്ത്രികോർജ്ജമാകുന്നു, വൈദ്യോർജ്ജമാകുന്നു. ഇനി തെർമൽ പവർ സ്റ്റേഷനിലോ അതിൽ രാസോർജ്ജം താപോർജ്ജമാകുന്നു, യാന്ത്രികോർജ്ജമാകുന്നു, വൈദ്യോർജ്ജമാകുന്നു. അപ്പം ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലുള്ള ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമാകുന്നു, യാന്ത്രികോർജ്ജമാകുന്നു, താപോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, പിന്നെ അത് വൈദ്യുതോർജ്ജമാകുന്നു. ആണവ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് കഴിക്കാൻ നിൽക്കുന്ന ഗുളികയാണ് പൊട്ടാസ്യം അയഡൈഡ്. ആണവ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് കഴിക്കാൻ നിൽക്കുന്ന ഗുളികയാണ് പൊട്ടാസ്യം അയഡൈഡ്. ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളുടെ ആഹാര പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കേണ്ട മുഖ്യഘടകമായിരുന്നാണ്. ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളുടെ ആഹാര പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കേണ്ട മുഖ്യഘടകമായിരുന്നാണ്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകൾ അറിയപ്പെടുന്ന പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോതെർമൽ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോതെർമൽ. ഇപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, അതുപോലെ ന്യൂക്ലിയർ ഊർജ്ജം. ഇതൊന്നും പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളും പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം. പ്രകൃതിയിൽ അടങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം, ഗ്രീൻ എനർജി. പ്രകൃതിയിലെ ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം അഥവാ ഗ്രീൻ എനർജി. ഹരിതോർജ്ജം അറിയപ്പെടുന്ന മറ്റൊരു പേര് ക്ലീൻ എനർജി എന്നാണ്. ക്ലീൻ എനർജിക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം. ഇതൊക്കെ ക്ലീൻ എനർജിയാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജം അറിയപ്പെടുന്ന ബ്രൗൺ എനർജിയാണ്. ഗ്രീൻ എനർജി ഉണ്ട്, ബ്രൗൺ എനർജി ഉണ്ട്. ഗ്രീൻ എനർജി ഏതൊക്കെയാണ്? സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം. ഈ ബ്രൗൺ എനർജിയോ ഈ പെട്രോളിയം, കൽക്കരി, പിന്നെ ന്യൂക്ലിയർ ഊർജ്ജം. ഇതൊക്കെയാണ് ബ്രൗൺ എനർജി. പ്രകാശത്തിന്റെ തീവ്രത അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. പ്രകാശത്തിന്റെ തീവ്രത അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ.